ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ആ ശ്രീമന്നാരായണീയത്തെ, ആ സ്തോത്രകാവ്യത്തെയാണ് നമ്മൾ നാരായണീയ മധുരമായി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് 8ാമത്തെ ദശകത്തിൽ 2ാമത്തെ ശ്ലോകത്തോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ആ ശ്ലോകം ആദ്യം ചൊല്ലാം, അതിനുശേഷം അതിനെക്കുറിച്ച് നമുക്ക് വിചാരം ചെയ്തതിന് ശേഷം വീണ്ടും ശ്ലോകം, പിന്നീട് ഭാഷാഗാനമായ ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം കൂടി ചൊല്ലി സമർപ്പിക്കാം. സോയം ചതുർയുഗസഹസ്രമിതാന്യഹാനി താവന്മിതാശ്ച രജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈർനൈമിത്തിക പ്രളയമാഹുരതോസ്യ രാത്രിം. സാ അയം ചതുർയുഗസഹസ്രമിതാനി അഹാനി താവന്മിതാ രജനീ ച ബഹുശ നിനായ അസൗ സ്വസൃഷ്ടൈ സമം ത്വയി നിലീയ നിദ്രാതി അത നൈമിത്തിക പ്രളയം അസ്യ രാത്രിം ആഹു. ബ്രഹ്മാവിൻ്റെ ആ ബ്രാഹ്മകൽപ്പത്തെക്കുറിച്ച്, മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ ബ്രാഹ്മകൽപ്പം ആരംഭിച്ചു. അതിൽ ജന്മം ലഭിച്ച ബ്രഹ്മാവ് പിന്നീട് ആ വേദങ്ങളെയൊക്കെ ഭഗവാനിൽ നിന്ന് ലഭിച്ചു. മുൻകൽപ്പത്തിലെന്നതുപോലെ തന്നെ വീണ്ടും സൃഷ്ടി ആരംഭിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത്. ആ ബ്രഹ്മാവ് സ അയം ചതുർയുഗസഹസ്രമിതാനി അഹാനി
1000 ചതുർയുഗകാലമാകുന്ന പകൽ സമയം, അഹാനി പകൽ സമയവും, അതേപോലെ തന്നെ താവന്മിത രജനീച്ച അത്രയും തന്നെ രാത്രികാലങ്ങളും ബഹുശാനിനായ പല പ്രാവശ്യം നയിച്ചതിനു ശേഷം അസൗ സ്വസൃഷ്ടൈ സമം ഈ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ച ഈ ലോകത്തോടുകൂടി ത്വയി നിലീയ നിദ്രാതി, ത്വയി നിലീയ അങ്ങയിൽ ലയിച്ച് നിദ്രാതി ഉറങ്ങുന്നു. അതാ നൈമിത്തിക പ്രളയം അസ്യ രാത്രിം ആഹു. ഇതുകൊണ്ട് നൈമിത്തിക പ്രളയത്തെ ബ്രഹ്മാവിൻ്റെ രാത്രിയായിട്ട് പറയുന്നു എന്നാണ്. ബ്രഹ്മാവിന് 2 പരാർത്ഥമാണ് ആയുസ്. ഇപ്പോൾ പലതരത്തിലുള്ള പ്രളയങ്ങളെക്കുറിച്ച് നമുക്ക് പുരാണങ്ങളിലൊക്കെ കേൾക്കാൻ സാധിക്കും. നിത്യം, നൈമിത്തികം, പ്രാകൃതികം, ആത്യന്തികം എന്നിങ്ങനെയുള്ള. അതിൽ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ രാത്രി സമയത്തെയാണ്. 1000 ചതുർയുഗമാണ് ബ്രഹ്മാവിൻ്റെ പകൽ. അത്രയും സമയം തന്നെ, അതായത് 1000 ചതുർയുഗം തന്നെ ബ്രഹ്മാവിൻ്റെ രാത്രിയായിട്ടും കണക്കാക്കുന്നു. 1000 ചതുർയുഗം എന്ന് പറയുമ്പോൾ ഒരു ചതുർയുഗം 12000 ദിവ്യ സംവത്സരം, കൃതയുഗം 4800 ദിവ്യ സംവത്സരം, അത് കഴിഞ്ഞാൽ ത്രേതായുഗം 3600, ദ്വാപരയുഗം 2400, പിന്നീട് കലിയുഗം 1200 ദിവ്യ സംവത്സരങ്ങൾ. ഇതിൽ ആദ്യത്തേത് 4000-ഉം 3000-ഉം 2000-ഉം 1000-ഉമായി കണക്കാക്കി അതിൻ്റെ 10% വീതം ആദ്യവും അവസാനവും, അതിന് യുഗസന്ധ്യ എന്ന് പറയും. അതുകൂടി ചേരുമ്പോഴാണ് 4800, 3600, 2400, 1200 എന്നിങ്ങനെ ലഭിക്കുക. അപ്പം ഇങ്ങനെ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ച ലോകത്തോടുകൂടി ഭഗവാനിൽ തന്നെ ലയിച്ച് ഉറങ്ങുന്ന ആ സമയത്തെയാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. ഇതാണ് ബ്രഹ്മാവിൻ്റെ രാത്രി. നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലേ? രാത്രി സമയത്ത് ഉറങ്ങുകയും പകൽ സമയത്ത് ഉണർന്നിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള രീതി. അതേപോലെ തന്നെയാണ് ബ്രഹ്മാവിനും എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ആ സമയത്തിന് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു. ഇത് ബ്രഹ്മാവിൻ്റെ രാത്രിയാണ് എന്ന് ചുരുക്കം. അങ്ങനെയുള്ള ആ 2ാമത്തെ ശ്ലോകം നമുക്ക് ഒരിക്കൽ കൂടി ചൊല്ലാം. അതിനുശേഷം നമുക്ക് ഭഗവത്പാദങ്ങളിൽ ശ്രീഹരിയം കൂടി ചൊല്ലി സമർപ്പിക്കാം. സോയം ചതുർയുഗസഹസ്രമിതാന്യഹാനി താവന്മിതാശ്ചരജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈർ നൈമിത്തിക പ്രളയമാഹുരതോസ്യ രാത്രിം. ശ്രീഹരിയം. നാരായണ 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 രാധാ ഗോവിന്ദ. സഹസ്രചതുർയുഗങ്ങൾ പകലായും അത്ര തന്നെ രാത്രിയായും ബ്രഹ്മദേവൻ നയിച്ചുവല്ലോ. സൃഷ്ടിച്ചോരാലോകത്തോടെ ഭഗവാനിൽ ലയിച്ചോര ബ്രഹ്മാവിൻ്റെ രാത്രി നൈമിത്തിക പ്രളയം. നാരായണ 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 രാധാ ഗോവിന്ദ. ഗുരുവാദേശ വായുപുരേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണനാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.